ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അച്ചാർ ഇതാ ആയതാണ് കേട്ടോ. ഇന്നലെ ലീവിൻ്റെ അന്ന് ഞാൻ ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ വൈകിട്ട് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 8:30-9 മണിയൊക്കെ ആവാറായി. ആ സമയത്ത് വന്നപ്പം തന്നെ ഞാൻ ഒന്ന് ചൂടാക്കി. പിന്നെ അത് ചൂടാറിയതിൻ്റെ ശേഷം ഭരണിയൊന്നും വാങ്ങാൻ നേരം കിട്ടിയില്ല. അപ്പോൾ ഒരു ടിന്നിലേക്ക് തൽക്കാലം മാറ്റി വയ്ക്കുകയാണ്. ഇത് അധികം ദിവസമൊന്നും ഉണ്ടാവില്ല, കാരണം സംഭവം നല്ല ടേസ്റ്റാണ്. പിന്നെ വേറെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിലേക്ക് ഉപ്പോ മുളകോ ഒന്നും പിന്നീട് ആഡ് ചെയ്യേണ്ട ഒരാവശ്യം വന്നിട്ടില്ല. ഞാൻ നോമ്പെടുത്തിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഞാനിതാ വന്നതിന് ശേഷം ജമ്മോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വന്നതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറാണ്. അപ്പോൾ ഞാനിതിലേക്ക് ഇന്ന് പോയപ്പോഴാണ് വിനാഗിരി തീർന്ന ഓർത്തെ. അപ്പോൾ വരുമ്പം വിനാഗിരി വാങ്ങി അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ മാങ്ങേൻ്റെ പുളിയോണ്ട് വായിൽ വെക്കാൻ വയ്യ അച്ചാർ. എന്നാലും കുറച്ച് ആഡ് ചെയ്ത് ഒന്ന് ലൂസാക്കിയിട്ട് ഭരണിയിലേക്ക് ടിന്നിലേക്ക് ആക്കി വെക്കുകയാണ്. അതിലേക്ക് കൊള്ളുന്ന അത്രത്തോളം ചെയ്യാം. അടിപൊളി അച്ചാറാണ് കേട്ടോ. ഞാൻ എപ്പോഴും അച്ചാർ ഇങ്ങനെ കുറേശ്ശെയാണ് ഉണ്ടാക്കാറ്. ഉണ്ടാക്കിയിട്ട് മോളൊക്കെ ഇവിടെ ഉള്ള സമയത്താണെങ്കിൽ അത് പെട്ടെന്ന് തീരും. അപ്പോൾ അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും തീരാൻ സാധ്യതയില്ല. എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പാകത്തിന് എരിവും പുളിയും മുളകും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉലുവയും കടുകും ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുണ്ട്. മാങ്ങ ഇത് ഈ വിനാഗിരി ഒഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇത് ഭയങ്കര പുളിയാണ്, അടിപൊളി പുളി. ഇനിയിപ്പോൾ വിനാഗിരി ഒഴിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. നല്ല സ്മെല്ലും ഉണ്ട്, അച്ചാറിൻ്റെ സ്മെല്ല്. അച്ചാർ പൊടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല കേട്ടോ, എന്നിട്ട് തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിത് കുറേ പ്രാവശ്യം ഉണ്ടാക്കുന്നതാണ്. ഞാനധികവും മാങ്ങ തന്നെയാണ് ഉണ്ടാക്കാറ്. നാരങ്ങ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. മാങ്ങയും നെല്ലിക്കയും വെളുത്തുള്ളി അങ്ങനത്തെയൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പം ഞാനൊന്ന് ഈ വിനാഗിരി ഒഴിച്ചിട്ടുള്ള ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. അടിപൊളി, ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഞാൻ ബോട്ടിലേക്ക് കുറേശ്ശെ ഇങ്ങനെ ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും കഴിക്കും കേട്ടോ. ഉണ്ടാക്കിയ വീഡിയോ ഞാൻ ചാനലിലിട്ടിട്ടുണ്ട്, ഉണ്ടാക്കുന്ന വീഡിയോ. അതും കൂടെ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. വീണ്ടും കാണാം വേറൊരു വീഡിയോ ആയിട്ട്.